രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ആ അന്തഃപുരത്തിനുള്ളിലേക്ക് മഹാരാജാവ് പ്രവേശിച്ചു. ദശരഥന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമയമായ മുഹൂർത്തമായിരുന്നു അതിതാ വളരെ ഭംഗിയായിട്ട് വേണ്ടും വിധം സംഘടിപ്പിക്കുവാനായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരം പുലർന്നാൽ മാത്രം മതി, അപ്പോഴേക്കും അഭിഷേകം. അപ്പോൾ ഈ വൃത്താന്തം തനിക്ക് കൈകേയിയെ അറിയിക്കണം. രാമന്റെ അഭിഷേകത്തെക്കുറിച്ച് കേട്ടുകഴിഞ്ഞാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് കൈകേയിയാണെന്ന് ദശരഥന് നന്നായിട്ടറിയാം. കൈകേയിക്ക് രാമനോടുള്ളതായ സ്നേഹം അത്ര കണ്ട അപരിമിതമാണ്. രാമന് കൈകേയിയോടുള്ളതായ ആദരവും അതേപോലെ തന്നെയാണ്. ഇത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കൈകേയിയാണ്. കൈകേയിയുടെ സമീപത്ത് എന്ന് താൻ തന്നെ പറയണം. അതാണ് ദശരഥന്റെ ആഗ്രഹം. തന്നിൽ നിന്നിട്ട് കൈകേയി അത് കേൾക്കണം. അപ്പോൾ കൈകേയിക്ക് വലുതായ സന്തോഷം ഉണ്ടാവും. ആ സന്തോഷത്തിന് കാരണക്കാരനായി കൈകേയിയോടൊപ്പം സന്തോഷത്തോടു കൂടിയിട്ട് തനിക്ക് അവിടെ വിശ്രമിക്കണം, നേരം പുലരുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട്. ഈ അവസരത്തിൽ ശ്രീരാമചന്ദ്രൻ സീതയോടൊപ്പം വസിഷ്ഠൻ നിർദ്ദേശിച്ച പ്രകാരത്തില് അദ്ദേഹം അന്ന് മുഴുവൻ വ്രതം അനുഷ്ഠിക്കുകയാണ്. വെളിയില് നാട്ടുകാരെല്ലാവരും ആ അയോധ്യ മുഴുവൻ അലങ്കരിച്ചിട്ട് ഉത്സവം ആഘോഷിക്കുന്നതിന്റെ ശബ്ദം രാമന്റെ കൊട്ടാരത്തിനുള്ളിൽ കേൾക്കാം. എല്ലാ കൊട്ടാരങ്ങൾക്കകത്തും കേൾക്കാം. സമുദ്രം പോലെ ഇളകിമറിയുന്ന അയോധ്യ. ആ നാട്ടിലെ ജനങ്ങളെല്ലാം പരസ്പരം സംസാരിക്കുന്നു. അവർ പറയുന്ന കാര്യങ്ങളിൽ ചിലത് മാത്രം ഈ അവസരത്തില് എല്ലാവർക്കും കേൾക്കാനായിട്ട് എല്ലാവരുടെയും മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അഹോ മഹാത്മാ രാജായം ഇക്ഷ്വാകുകുല നന്ദന. ആളുകൾ പറയാണ്, ദശരഥനെ പ്രശംസിക്കുകയാണ്. ഈ രാജാവ് ദശരഥൻ, അദ്ദേഹം മഹാത്മാവാണ്. അദ്ദേഹം പവിത്രമായിരിക്കുന്ന ഈ സൂര്യവംശത്തിന്, ഇക്ഷ്വാകുകുലത്തിന് ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവനാണ്. ഇത്രയും കാലം അദ്ദേഹം ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യത്തിനനുസരിച്ചിട്ട് ധർമ്മത്തിന് കുറവ് വരാതെ ഭംഗിയായി നാടിനെ രക്ഷിച്ചു, എല്ലാവർക്കും ആനന്ദം പകർന്നു. അങ്ങനെ ലോകരെ മുഴുവൻ ആനന്ദിപ്പിക്കുന്നതിലൂടെ ഇക്ഷ്വാകു വംശത്തിന് ആനന്ദം പകർന്നു, അതിന് അഭിമാനം പകർന്നു. ഇപ്പോഴിതാ ഒരു വലിയൊരു മഹാകാര്യം അദ്ദേഹം നിർവഹിക്കാൻ പോകുന്നു, രാമനെ യുവരാജാവാക്കുക എന്നുള്ളത്. അതും ഈ വംശത്തെ ആനന്ദിപ്പിക്കുന്നതിലാണ് ഭരിക്കുന്നത്. അങ്ങനെയുള്ള ആ മഹാകർമ്മം ചെയ്യുന്ന ഈ ദശരഥൻ വളരെയേറെ ബഹുമാന്യനാണ്. അദ്ദേഹം മഹാത്മാവാണ് എന്ന് ആളുകൾ എല്ലാവരും അന്യോന്യം പറയുക. ദശരഥൻ സ്വയം അധികാരത്തിൽ നിന്നിട്ട് ഒഴിയുകയാണ്. ജ്ഞാത്വാവൃദ്ധം സ്വമാത്മാനം രാമം രാജ്യേ അഭിഷേക്ഷ്യതി. താൻ വൃദ്ധനാണ് എന്ന് സ്വയം മനസ്സിലാക്കിയിട്ട് അധികാരം വിടാൻ സാധാരണ ആർക്കും തന്നെ മനസ്സുണ്ടാവില്ല. പക്ഷേ ഇക്ഷ്വാകുക്കളുടെ പാരമ്പര്യം അതല്ല. വാർദ്ധകയെ മുനിവൃത്തിയിനാമെന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. വാർദ്ധക്യമാകുമ്പോഴേക്കും ആ അധികാരത്തിന്റെ മുഴുവൻ ചുമതലയും യോഗ്യനായിരിക്കുന്ന സന്താനത്തെ ഏൽപ്പിച്ചിട്ട് മുനിവൃത്തി കൈക്കൊള്ളും രാജാക്കന്മാര്. ആ പാരമ്പര്യം അതേ പ്രകാരത്തിൽ ദശരഥൻ നിലനിർത്തുന്നു. താൻ വൃദ്ധനാണ്, ഇനി താൻ ഈ സിംഹാസനത്തിൽ ഇരുന്നിട്ട് രാജ്യത്തെ ഭരിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഭംഗിയാവില്ല എന്ന് മനസ്സിലാക്കി
എന്തുകൊണ്ടെന്നാൽ പണ്ട് എങ്ങനെയാണോ രാജ്യത്ത് നോക്കിയിരുന്നത് അതേ പ്രകാരത്തിൽ രാജ്യത്തെ സേവിക്കാനുള്ള ശക്തി ഇപ്പോൾ തനിക്കില്ല, അത് കുറഞ്ഞു പോയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹം തന്റെ പുത്രനായിരിക്കുന്ന രാമനെ, സർവഗുണ സമ്പന്നനായിരിക്കുന്ന രാമനെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് യുവരാജാവായിട്ട് ഇതാ അഭിഷേകം കഴിക്കാൻ പോകുന്നു. നിശ്ചയമായിട്ടും ഈ മഹാരാജാവ് മഹാത്മാവ് തന്നെ. സർവേഹി അനുഗ്രഹീതാസ്മ എന്നോ രാമോ മഹീപതി ചിരായ ഭവിതാ ഗോപ്ത ദൃഷ്ടലോകപരാവര. നമ്മളെല്ലാവരും അനുഗ്രഹീതരാണ്. നമുക്ക് അത്ര നല്ല ഒരു രാജാവിനേതാ കിട്ടിയിരിക്കുന്നു. ആ പാരമ്പര്യത്തെ ഭംഗിയായി നിലനിർത്തുന്ന ഒരു രാജാവ്, ആ പാരമ്പര്യത്തെ അനേക മടങ്ങ് പുഷ്കലമാക്കി തീർക്കുന്നതായ രാജാവ് രാമൻ. ആ രാമന് മഹീപതിയായിട്ട്, രാജാവായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതിനാൽ നാം ഈശ്വരനാൽ, ഭഗവാനാൽ, ഭാഗ്യത്താൽ അനുഗ്രഹീതരാണ്. ഈ ശ്രീരാമചന്ദ്രൻ ദീർഘകാലം നമ്മെ ഈ സിംഹാസനത്തിലിരുന്ന് രക്ഷിച്ചുകൊണ്ടേയിരിക്കും. ധർമ്മത്തെ രക്ഷിച്ചുകൊണ്ടേയിരിക്കും, ലോകത്തെയും രക്ഷിച്ചുകൊണ്ടേയിരിക്കും. ആ രാമന്റെ ഗുണഗണങ്ങൾ എല്ലാവരുടെയും ഹൃദയത്തിൽ ഭംഗിയായി പതിഞ്ഞിട്ടുണ്ട്. അതും അവരുടെ സുദീർഘമായ ചർച്ചകൾക്ക് പാത്രമാവുകയാണ്. അനുദ്ധതമനാവിദ്വാൻ ധർമാത്മാ ഭ്രാതൃവത്സല. ഈ ശ്രീരാമചന്ദ്രൻ തെല്ലുപോലും അഹങ്കാരമില്ലാത്ത മനസ്സോടുകൂടിയവനാണ്. സാധാരണയായിട്ട് അധികാരം കയ്യിൽ വരുമ്പോഴേക്കും, സമ്പത്ത് കൈ വരുമ്പോഴേക്കും, ഇതിന് രാജകുടുംബത്തിൽ പിറന്നു എന്നുള്ള ഓർമ്മ മനസ്സിൽ നിൽക്കുമ്പോഴേക്കും അഹങ്കാരം വർദ്ധിക്കും മനുഷ്യരിൽ. എന്നാൽ രാമൻ അങ്ങനെയല്ല. താൻ ഇത്ര കണ്ട് വലിയൊരു പാരമ്പര്യത്തിന്റെ ഉടമയാണ് എന്നുള്ളതായ അഹങ്കാരം അദ്ദേഹത്തിന്റെ മനസ്സില് വിദൂരമായി പോലുമില്ല. എല്ലാ പൗരന്മാരോടും അങ്ങേയറ്റം സ്നേഹത്തോടു കൂടിയിട്ട്, തുല്യതയോടു കൂടിയിട്ട്, വാത്സല്യത്തോടു കൂടിയിട്ട്, വിനയത്തോടു കൂടിയിട്ട് രാമൻ പെരുമാറുന്നു. അതാണ് രാമന്റെ മഹത്വം. ചക്രവർത്തിയായിരുന്നാലും രാമൻ അങ്ങനെ തന്നെ ആയിരിക്കും. എന്ന് മാത്രമല്ല രാമൻ വിദ്വാനാണ്, എല്ലാം അറിയുന്നവനാണ്, നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. വേദങ്ങളും വേദാംഗങ്ങളും അതേപോലെ തന്നെ ശാസ്ത്രങ്ങളും എല്ലാം ഭംഗിയായി പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിഹാസ പുരാണങ്ങളും ഒക്കെ അദ്ദേഹം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിഹാസം, പുരാണം എന്നുള്ള വാക്കുകൾക്ക് വേദ മന്ത്രങ്ങളിൽ സവിശേഷമായ അർത്ഥമുണ്ട്. അതിൻ്റെ വികസനമാണ് പിന്നീട് നമുക്ക് ലഭിച്ചതായ, കൈവന്നതായ വാൽമീകി രാമായണം, മഹാഭാരതം തുടങ്ങിയതായ ഇതിഹാസങ്ങളിലൂടെയും മഹാപുരാണങ്ങളിലൂടെയും സിദ്ധമായി തീർന്നിരിക്കുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഇതെല്ലാം പഠിച്ചിട്ട് പരമവിദ്വാനാണ്, എല്ലാം അറിയുന്നവനാകൊണ്ട് അദ്ദേഹത്തിന് വളരെ ഭംഗിയായിട്ട് സമൂഹത്തെ രക്ഷിക്കാനാകും. അദ്ദേഹം ധർമാത്മാവാണ്. ധർമ്മം തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വരൂപം. ധർമ്മത്തെ നിലനിർത്തുന്നവൻ എന്ന് മാത്രമല്ല, അദ്ദേഹം ധർമ്മം തന്നെയാണ്. അങ്ങനെയുള്ള രാമൻ ഈ ലോകത്തിൽ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഭ്രാതാക്കളോട് അങ്ങേയറ്റ സ്നേഹമാണ്. തന്റെ സഹോദരങ്ങളോട്, ഭരതനോടും ശത്രുഘ്നോടും ലക്ഷ്മണനോടും അങ്ങേയറ്റം സ്നേഹമാണ്, വാത്സല്യമാണ് രാമന്. അങ്ങനെയുള്ള രാമൻ ഏതു പ്രകാരത്തിലാണോ ഭ്രാതാക്കന്മാരെ, സഹോദരന്മാരെ സ്നേഹിക്കുന്നത്, അതേപോലെ യഥാച ഭ്രാതൃഷു സ്നിഗ്ധ, എത്ര കണ്ട സ്നേഹം ഭ്രാതാക്കളിൽ രാമനുണ്ടോ തഥാ അസ്മാസ്വവിരാഘവ, അതേ രീതിയിലുള്ളതായ സ്നേഹം ശ്രീരാമചന്ദ്രന് നമ്മളിലുമുണ്ട്. അതാണ് അതിന്റെ പ്രത്യേകത. ഭ്രാതാക്കളോടുള്ള അതേ സ്നേഹം, അതേ സ്വാതന്ത്ര്യം, അതേ തുല്യത ശ്രീരാമചന്ദ്രൻ നമ്മളിലും വച്ച് പുലർത്തുന്നു. ജനങ്ങളായിട്ടുള്ള ഓരോരുത്തരിലും വച്ച് പുലർത്തുന്നു. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും പക്ഷികളിലും വൃക്ഷലതാദികളിലും ഒക്കെ അങ്ങനെ തന്നെ. നദികളെയും സമുദ്രത്തെയും ഒക്കെ രാമൻ അതേ പ്രകാരത്തില് സ്നേഹിക്കുന്നു. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രൻ നമ്മുടെ പരമഭാഗ്യമാണ്. ചിരം ജീവിതധർമാത്മാ രാജ ദശരഥോ അനഘ. രാജാവായ ദശരഥൻ ധർമാത്മാവാണ്. അദ്ദേഹം അനഘനാണ്, പുണ്യാത്മാവാണ്, പാപങ്ങളില്ലാത്തവൻ. അതാണ് അനഘൻ, പുണ്യാത്മാവ്. അങ്ങനെയുള്ള ആ ദശരഥ മഹാരാജാവ് ദീർഘകാലം ജീവിച്ചിരിക്കട്ടെ. അവരെല്ലാവരും ദശരഥന്റെ ആയുസ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ അവസരത്തില്
ആ ദശരഥന്റെ പ്രസാദം കൊണ്ടാണ് യത് പ്രസാദേന അഭിഷിക്തം രാമം ദ്രക്ഷ്യാമഹേ വയം. ആ ദശരഥന്റെ പ്രസാദം കൊണ്ടാണല്ലോ, അനുഗ്രഹം കൊണ്ടാണല്ലോ അദ്ദേഹം നമ്മിൽ ചെരിയുന്നതായ ആ അനുഗ്രഹം, ആ വാത്സല്യം, അതുകൊണ്ടാണല്ലോ നമുക്ക് രാമനെ ഇങ്ങനെ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത് കാണുവാനുള്ളതായ സൗകര്യം, ഭാഗ്യം നമുക്ക് കൈവന്നത്. അതുകൊണ്ട് അദ്ദേഹം, അങ്ങനെയുള്ള ആ മഹാത്മാവ് ദീർഘായുഷ്മാനായിരിക്കണമേ എന്ന് അവരെല്ലാവരും, പൗരന്മാരെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ആ രാത്രിയിലും ഇങ്ങനെയുള്ളതായ ആ ശബ്ദം ചന്ദ്രൻ, പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന അവസരത്തില് പർവസു ഉദീർണവേഗസ്യ സാഗരസ്യേവ നിസ്വന. പൂർണ്ണചന്ദ്രൻ ഉദിക്കുന്ന അവസരത്തിൽ മഹാസമുദ്രം ഇളകിമറിയും, വേലിയേറ്റം ഉണ്ടാകും. അപ്പോൾ തരംഗമാലകള് ഉയർന്നുയർന്നു പൊന്തും. അപ്പോ ഏത് പ്രകാരത്തിലുള്ളതായ ശബ്ദമാണോ സമുദ്രത്തിലുണ്ടാവുക, എത്ര കണ്ട് ഉത്സാഹപൂർണമായിരിക്കുന്ന ചലനമാണോ സമുദ്രത്തിലുണ്ടാവുക, അതേ പ്രകാരത്തില് ജനങ്ങളുടെ ആ ഉത്സവ തിമിർപ്പിനാൽ അയോധ്യ മുഴുവൻ ആനന്ദമയമായി, ശബ്ദമയമായി, സംഗീതാത്മകമായ ശബ്ദം, ആനന്ദത്തിൻ്റെതായ ശബ്ദം അതുകൊണ്ട് നിറഞ്ഞതായി. അതേപോലെ തന്നെ നൃത്തതുല്യമായ ചലനങ്ങളാൽ അങ്ങേയറ്റം കമനീയമായിട്ട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് 6ാമത്തെ സർഗം വാൽമീകി ഉപസംഹരിച്ചുകൊണ്ട് 7ാമത് സർഗത്തിലേക്ക് പ്രവേശിക്കാം.